ഹായ് എവരിവൺ, വെൽക്കം ടു ആങ്കേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS ലിസണിങ്ങിനെ പറ്റിയാണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ IELTS ലിസണിങ്ങിൻ്റെ മാച്ച് ദ ഫോളോയിങ്. ഇപ്പം നിങ്ങൾക്ക് ബോർഡിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ക്രീനിലും ഓരോ പിക്ചർ വെച്ച് പറയുമ്പോൾ അതിൻ്റെ പേഴ്സണൽ മീനിങ് എന്താണെന്ന് ഓഡിയോ കേട്ട് നിങ്ങൾ മനസ്സിലാക്കി ഓരോന്നായിട്ട് നോട്ട് ചെയ്തെടുക്കണം. അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്ക്. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാൽക്കൺ ആണ്. നമുക്ക് അതിൻ്റെ ഓഡിയോ കേട്ട് നോക്കാം. One part of the project I'm unsure about is where we choose some paintings of birds and say what they mean to us. Like, I chose a painting of a falcon by Landseer. I like it because the bird's standing there with his head turned to one side, but he seems to be staring straight at you. But I can't just say it's a bit scary, can I? You could talk about the possible danger suggested by the bird's look. Oh, okay. സോ ഓഡിയോ കേട്ടല്ലോ. ഓഡിയോ കേട്ടവർക്ക് എല്ലാവർക്കും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയ രണ്ട് ഓപ്ഷൻസ് ഓപ്ഷൻ ഡിയും ഓപ്ഷൻ എച്ചും ആയിരിക്കും. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എ പൊട്ടൻഷ്യൽ ത്രെറ്റ്, ഓപ്ഷൻ എച്ച് എന്ന് പറയുന്നത് എ കൺഫ്യൂസ്ഡ് ആറ്റിറ്റ്യൂഡ് ടു നേച്ചർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എ പൊട്ടൻഷ്യൽ ത്രെറ്റ് ആണ്. അതിന് കാരണം ഓഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എ പോസിബിൾ ഡേഞ്ചർ എന്നുള്ളത്. പോസിബിൾ എന്നുള്ളതിൻ്റെ സിനോണിമാണ് പൊട്ടൻഷ്യൽ, ഡേഞ്ചർ എന്നുള്ളതിൻ്റെ സിനോണിമാണ് ത്രെറ്റ്. That's why answer number 1 for Falcon is option D. Question number 2, fish hawk. നമുക്കൊന്ന് ഓഡിയോ കേട്ട് നോക്കാം. There's a picture of a fish hawk by Audubon I like. It's swooping over the water with a fish in its talons and with great black wings which take up most of the picture. So you could discuss it in relation to predators and food chains? Well, actually, I think I'll concentrate on the impression of rapid motion it gives. Right. സോ ഫിഷ് ഹോക്കിൻ്റെ ഓഡിയോ കേട്ടല്ലോ. മെയിനായിട്ട് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള രണ്ട് ഓപ്ഷൻസ് ഓപ്ഷൻ സിയും ഓപ്ഷൻ എഫും ആണ്. സോ പ്രിഡേറ്റേഴ്സ് ആൻഡ് പ്രേ എന്നൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി കുറേ ആൾക്കാർ ഓപ്ഷൻ എഫ് എഴുതിയേക്കാം. എങ്കിൽ പോലും റാപ്പിഡ് മോഷൻ എന്ന രണ്ട് വാക്കുകൾ അവർ പറയുന്നുണ്ട്. റാപ്പിഡ് മീൻസ് ഫാസ്റ്റ്, മോഷൻ മീൻസ് മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നമ്പർ സി ആണ് ഫിഷ് ഹോക്കിൻ്റെ കറക്റ്റ് ആൻസർ. Question number 3 is Kingfisher. Now let's check out the audio. Do you know that picture of a kingfisher by Van Gogh? It's perching on a reed growing near a stream. Yes, it's got these beautiful blue and red and black shades. I've actually chosen it because I saw a real kingfisher once when I was little. I was out walking with my grandfather and I've never forgotten it. Oh, so we can use a personal link? Sure. Okay. സോ കിങ്ഫിഷറിൻ്റെ ആൻസറിലേക്ക്. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ ഇയും ആണ് നമ്മൾ നാരോ ഡൗൺ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ ആം ക്വൈറ്റ് ഷുവർ ബ്ലാക്ക് ബ്ലൂ പോലുള്ള കളേഴ്സ് കേട്ടതുകൊണ്ട് തന്നെ ദ പവർ ഓഫ് കളർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ പിക്ക് ചെയ്യാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ബട്ട് ഡു തിങ്ക് അബൌട്ട് ഇറ്റ്. അറ്റ് ദ സെയിം ടൈം അതിന് ശേഷം അവർ പറയുന്നുണ്ട് ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ വാക്ക് ചെയ്തൊരു മെമ്മറി. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പോർട്രേറ്റ് ഓഫ് വില്യം വെൽസ്. Now let's listen to the audio. There's a portrait called William Wells. I can't remember the artist, but it's a middle-aged man who's just shot a bird. And his expression and the way he's holding the bird in his hand suggests he's not sure about what he's done. To me, it's about how ambiguous people are in the way they exploit the natural world. Portrait of William Wellsന്റെ ഓഡിയോ നമ്മൾ കേട്ടു. ഇവിടെ നമുക്ക് നാരോ ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻ ഇല്ല. ടു ബി പെർഫെക്റ്റ്ലി ഓണസ്റ്റ് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇതായിരുന്നു. എ കൺഫ്യൂസ്ഡ് ആറ്റിറ്റ്യൂഡ് ടു നേച്ചർ ആണ് റൈറ്റ് ആൻസർ. കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ എന്നർത്ഥം വരുന്ന ആംബിഗ്യൂറ്റി എന്നുള്ള വാക്ക് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഓപ്ഷൻ എച്ച് ഉത്തരമായത്. സോ ഇനി IELTS ലിസണിംഗ് മൊഡ്യൂൾ ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം ട്രാപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് മോർ അബൌട്ട് IELTS ലിസണിംഗ്, ഞങ്ങൾ എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിലും ട്രയൽ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആൻഡ് ദ ലിങ്ക് ഈസ് ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു നെക്സ്റ്റ് വീക്ക്.